الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدًا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليماً كثيراً. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. സ്നേഹാദരരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇബാദത്തുകളിൽ, അവൻ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉപകാരദായകമായ ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബാദത്ത് നിർവഹിക്കുവാൻ അവന് നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നത്. നമ്മൾ റബ്ബിനൊരു ആരാധനാകർമ്മം നിർവഹിക്കുമ്പോൾ ആ ആരാധനാകർമ്മം ഞാൻ നിർവഹിക്കുന്നത് എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ വലിയ നിഅ്മത്താണ് എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെയധികം ഉപകാരം ചെയ്യുന്ന, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നാശത്തിന് കാരണമാകുന്ന, നരകം ലഭിക്കാൻ കാരണമാകുന്ന പല മാനസിക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളിലൂടെ വിശ്വാസികളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക, അതിനെ സ്മരിക്കുക എന്നത്. വിശുദ്ധ ഖുർആനിലെ 11ഓളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, ഉസ്കുറു നിഅ്മതല്ലാഹ്, അല്ലാഹുവിൻ്റെ നിഅ്മത്തിനെ നിങ്ങൾ ഓർക്കുക. ഉസ്കുറു നിഅ്മതിയല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക. അതുപോലെ തന്നെ മറ്റു പല സൂറത്തുൽ ആറാഫിൻ്റെ 69, 74 ആയത്തുകളിലൂടെ പറഞ്ഞു, ഫദ്കുറു ആലാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ, ധാരാളമായി നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. അല്ലാഹു തന്ന നിഅ്മത്തുകളെ സ്മരിക്കുക, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു ബാധ്യതയാണ്. ആ നിഅ്മത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅ്മത്ത് അല്ലാഹുവിനുള്ള ഹിദായത്തിൽ, ഈമാനിൽ, സന്മാർഗത്തിൽ, ആരാധനാകർമ്മങ്ങളിൽ അല്ലാഹു നമ്മെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു നിഅ്മത്ത് റബ്ബ് നമുക്ക് വേറൊന്നും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചതൊരു ഔദാര്യമായി പറഞ്ഞു. അല്ലേ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ഔദാര്യമായി അവരെടുത്തു പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടിയാണ് ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ ഹുജറാത്തിൻ്റെ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്,
യമുന്നൂന അലൈക അൻ അസ്ലമു. അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നത് പ്രവാചകരെ അവർ ചെയ്ത ഒരു ഔദാര്യമായി നിങ്ങളോട് എണ്ണിപ്പറയുന്നു, എടുത്തു പറയുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. പ്രവാചകരെ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കണം, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എന്നോട് ഇങ്ങോട്ട് നിങ്ങൾ ചെയ്ത ഔദാര്യമായി എടുത്തു പറയേണ്ട ഒന്നല്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. മറിച്ച് നിങ്ങൾക്ക് ഈമാനിലേക്ക്, സന്മാർഗത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യമാകുന്നു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഔദാര്യമാകുന്നു. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ തിരിച്ചറിയുക. നമ്മൾ റമദാനിൽ നിരവധി ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നോമ്പ് നോൽക്കുമ്പോൾ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ, ഇബാദത്തുകൾ സജീവമാകുമ്പോൾ എനിക്കിതിന് സാധിക്കുന്നത് ഇതെൻ്റെ റബ്ബ് എനിക്ക് നൽകിയ നിഅമത്താണ്, എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചതാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ആരിഫു യസീറു ഇലല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ഒരു അടിമ അവൻ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക എങ്ങനെയാണ്? ബൈന മുഷാഹദത്തിൽ മിന്ന, അള്ളാഹു അവന് നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക. വമുതാലഅതി ഐബിൻ നഫ്സി വൽ അമൽ, അവൻ്റെ മനസ്സിൻ്റെയും അവൻ്റെ കർമ്മത്തിലെയും പോരായ്മകളെയും വീഴ്ചകളെയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൻ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയുക, നമ്മുടെ പോരായ്മയെ തിരിച്ചറിയുക. ഈ രണ്ടിനുമിടയിലാണ് നമ്മൾ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കേണ്ടത്, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സാമീപ്യം തേടേണ്ടത്. എന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ട ദിക്റാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാൽ അവന് സ്വർഗ്ഗമുറപ്പാണ്. വൈകുന്നേരം ചൊല്ലി പ്രഭാതത്തിന് മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗമുറപ്പാണ്. എന്താണ് ആ പ്രാർത്ഥനൻ്റെ, എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വം അതിന് ലഭിച്ചത്? അതിൻ്റെ അർത്ഥത്തിൻ്റെ ഗാഢതയാണ്, അതിൻ്റെ എത്രത്തോളം അർത്ഥസമ്പുഷ്ടമാണ് ആ പ്രാർത്ഥന എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നൊരു വാചകം എന്താ? അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി. അല്ലാഹുവേ, നീ എനിക്ക് തന്ന അനുഗ്രഹത്തെ ഞാൻ നിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നു, സമ്മതിച്ചു തരുന്നു. പടച്ചവനെ, നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ മുഅ്മിനായത്, നിൻ്റെ നിഅമത്ത് കൊണ്ടാണ് എനിക്ക് വിശ്വാസം ലഭിച്ചത്, നിൻ്റെ നിഅമത്ത് കൊണ്ടാണ് ഞാൻ സ്വാലിഹായി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നത്, നിൻ്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റുപറയാണ്. വഅബൂഉ ബിദംബി, എൻ്റെ പാപത്തെയും ഞാനിത് ഏറ്റുപറയുന്നു. ഞാൻ ഒരുപാട് പാപങ്ങളുള്ളവനാണ്, പോരായ്മയുള്ളവനാണ്, കുറവുള്ളവനാണ്. ഇത് റബ്ബെ നിൻ്റെ മുമ്പിൽ ഞാനത് സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന ഈ രണ്ട് വാചകങ്ങൾ സഹോദരന്മാരെ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇഗാസത്തുൽ ലഹഫാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നമ്മൾ റബ്ബിന് നിർവഹിക്കുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളിലും റബ്ബിനുള്ള ബാധ്യതകൾ, നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറയുന്നുണ്ട്. 6 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ ബാധ്യത എന്താ? നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ഈ 6 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം, അല്ലേ? നമ്മൾ മുഹാസബത്ത് നടത്തുക, ആത്മവിചാരണ നടത്തുക. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസു ഫിൽ അമൽ. ഒന്നാമത്തെ കാര്യം അതാണ്. ആ ആരാധനാ കർമ്മം ഞാൻ ഇഖ്ലാസോട് കൂടിയാണ് നിർവഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം എന്താ? വമുതാബഅത്തുർ റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ് ഞാനത് നിർവഹിക്കുന്നത്. ഇത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളിൽ ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിൻ്റെ 110-ാമത്തെ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത്? ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആരാണോ തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, നാളെ പരലോകത്ത് ഞാൻ എൻ്റെ റബ്ബിനെ കാണാനുള്ളതാണ്, ഇല്ല എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കാനുള്ളവനാണ്, എൻ്റെ അമലുകൾക്ക് അവൻ വിചാരണ നിർവഹിക്കുന്നതാണ്, അതിലെ ഒന്നുപോലും വിട്ടുപോകാതെ മുഴുവൻ കർമ്മങ്ങൾക്കും വിചാരണ നേരിടുകയും നന്മകൾക്കും തിന്മകൾക്കുള്ള പ്രതിഫലം ഞാൻ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടവനാണ് എന്ന ബോധവും ചിന്തയും നമുക്കുണ്ടോ? അള്ളാഹു എന്താ പറയുന്നത്? ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ കർമ്മം ചെയ്യട്ടെ. എന്താണ് സാലിഹായ കർമ്മം? മഹാനായ ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, മുവാഫിഖൻ ലിസുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട് യോജിക്കുന്ന കർമ്മം ചെയ്യട്ടെ.
അപ്പോൾ റസൂലിൻ്റെ സുന്നത്തിനോട് യോജിക്കണം, ഇത്തിബാ ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം കർമ്മങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. തൻ്റെ രക്ഷിതാവിനവൻ നൽകുന്ന ഇബാദത്തിൽ, റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ ഒരാളെ പങ്കു ചേർക്കൽ എങ്ങനെയാണ്? ഷിർക്ക്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കൽ മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിൽ ജനങ്ങളും കൂടി കാണട്ടെ എന്നുള്ള ചിന്ത ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ ആളുകളൊക്കെ എന്നെക്കുറിച്ച് പറയട്ടെ എന്നൊരു ചിന്തയുണ്ടാവുക. റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ്, മറ്റുള്ളവർക്ക് ഓഹരി കൊടുക്കലാണ്. ഇത് രണ്ടുമില്ലാതെ, റിയാ ഇല്ലാതെ, സുംഅത്തില്ലാതെ, ഇബാദത്തിൽ ശിർക്ക് കലരാതെ, റബ്ബിന് വേണ്ടി ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളാണോ അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി നമ്മുടെ ആരാധനാ കർമ്മത്തിൽ റബ്ബിന് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യത എന്താണ്? വന്നസീഹതു ലില്ലാഹി ഫീഹി. ആ കർമ്മത്തിൽ ഗുണകാംക്ഷ കാണിക്കുക എന്നുള്ളതാണ്. ആ കർമ്മത്തിനോട് പൂർണ്ണമായും കൂറുപാലിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചെയ്തു തീർക്കലല്ല. തറാവിഹിക്കണ് കൈ കെട്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് പോയി അച്ചാർ തിന്നലും നാരങ്ങ മുട്ടായി വാങ്ങലും അടുത്തുള്ള ഉപ്പിലിട്ടത് വാങ്ങലും എന്നിട്ട് ഇടയ്ക്ക് വന്ന് തെക്ബീർ കെട്ടലും ഇടയ്ക്ക് പുറത്തിറങ്ങി പോകലും, ആ ഇബാദത്തിൽ എന്ത് കൂറാണ് ആ ഇബാദത്തിനോട് നമ്മൾ പാലിക്കുന്നത്? എന്ത് ഗുണകാംക്ഷയാണ് ആരാധനാ കർമ്മത്തോട് നമുക്കുള്ളത്? നോമ്പ് നോറ്റി കണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങിയാൽ എന്ത് കൂറാണ്, അല്ലെങ്കിൽ എന്ത് ഗുണകാംക്ഷയാണ് ആ ആരാധനയോട്, ആ നോമ്പിനോട് നമുക്കുള്ളത്? പരമാവധി, കഴിവിൻ്റെ പരമാവധി നന്നാക്കി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയൊക്കെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നന്നാക്കുവാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെ അതിനോട് നസീഹത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ആരെങ്കിലും ഒരു കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കണം, ഇത്ഖാൻ ചെയ്യണം, പരിപൂർണമാക്കി ചെയ്യുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നസീഹത്തോടുകൂടി അതിനെ എങ്ങനെയൊക്കെ നമുക്ക് നന്നാക്കാൻ സാധിക്കുമോ അങ്ങനെ നന്നാക്കി ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുക. നാലാമതായി സഹോദരന്മാരെ, നമ്മുടെ ആരാധനാ കർമ്മത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇഹ്സാനുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഇഹ്സാനുള്ളവരായി തീരണം. അല്ലെ, എങ്ങനെയാണ് ഇഹ്സാനുള്ളവരായി തീരുക? അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണെന്നുള്ള ചിന്തയോടുകൂടി നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അല്ലേ, അള്ളാഹുവിനെ നാം കാണുന്നുണ്ട്, നീ നിൻ്റെ റബ്ബിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി നിർവഹിക്കുന്ന ആരാധനാ കർമ്മമാകുന്നു, അതാകുന്നു ഇഹ്സാൻ. മഹാനായ അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, അൻ തഖ്ശല്ലാഹ കഅന്നക തറാഹ്. അള്ളാഹുവിനെ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ നീ അവനെ ഭയപ്പെടലാണ്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഉണ്ടാകലാണ് ഇഹ്സാൻ. അതുകൊണ്ട് റബ്ബിനെ നമ്മൾ കാണുന്നത് പോലെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമമായ ബോധത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് ഓരോ ആരാധനാ കർമ്മത്തിലും, നമ്മുടെ നോമ്പിലും, നമ്മുടെ നിസ്കാരത്തിലും, നമ്മുടെ നോമ്പ് തുറപ്പിക്കലുകളും, നമ്മുടെ സ്വതക്കയിലും ഒക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ചിന്തയാണ്. അഞ്ചാമതായി സഹോദരന്മാരെ, നമ്മുടെ ആമുഖമായി പറഞ്ഞു വെച്ച വിഷയം, നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മം അത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ മിന്നത്താണ് എന്ന തിരിച്ചറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൻ്റെ 7-8 ആയത്തുകളിലൂടെ പറഞ്ഞല്ലോ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. എങ്കിലും അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കി തീർത്തിരിക്കുന്നു. സത്യവിശ്വാസത്തെ, ഈമാനിനെ നമുക്ക് പ്രിയങ്കരമാക്കിയത് അള്ളാഹുവാണ്. വസയ്യനഹു ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ മനസ്സുകളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കൃതമായി തോന്നിച്ചിരിക്കുന്നു. അത് റബ്ബ് ചെയ്തതാണ്. ഈമാനിനോടും സത്യവിശ്വാസത്തോടും കർമ്മങ്ങളോടും നമുക്കൊരു പ്രിയമുണ്ടോ? നമുക്കതിനുള്ളൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ ജനിച്ചിട്ടുണ്ടോ? എന്നാൽ അത് റബ്ബ് ചെയ്തു എന്നതാണെന്ന് അള്ളാഹു പറയാണ്. അള്ളാഹുവാണ് നിങ്ങളുടെ മനസ്സിൽ അതിന് പ്രിയമുണ്ടാക്കി തന്നത്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. നിങ്ങളിലേക്ക് അവിശ്വാസത്തെയും തിന്മകളെയും തെമ്മാടിത്തത്തെയും റബ്ബിനുള്ള അനുസരണക്കേടിനെയും എല്ലാം വെറുപ്പുള്ളതാക്കി തന്നിരിക്കുന്നു.
ആരാണ് വെറുപ്പുള്ളതാക്കിയത്? അള്ളാഹുവാണ് വെറുപ്പുള്ളതാക്കിയത്. ഉലൈക ഹുമുർ റാഷിദൂൻ. അങ്ങനെ അള്ളാഹു ആർക്ക് ചെയ്തു കൊടുത്തോ അങ്ങനെയുള്ളവർ തന്നെയാകുന്നു നേർമാർഗം പ്രാപിച്ചവർ. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ഫദ്ലം മിനല്ലാഹി വ നിഅമ. ഇതൊക്കെ റബ്ബിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാം അറിയുകയും അത്യധികം യുക്തിയുള്ളവരുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ആറാമതായി നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ റബ്ബിനോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ഈ ആരാധനാ കർമ്മങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്ന തിരിച്ചറിവാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നമ്മൾ പറയുന്നത് പോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും അധികം അല്ലാഹുവിനെ ആരാധിച്ച ഫഅന അഅലമുക്കും ബില്ലാഹി വഅത്ഖാകും ലഹ്, ഞാനാണ് എൻ്റെ റബ്ബിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ, ഞാനാണ് അവൻ ഏറ്റവും നന്നായി സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവൻ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞില്ലേ, സദ്ദിദു വഖാരിബു, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ സദ്ദിദു, അത് ശരിയാക്കുക, സുന്നത്ത് പ്രകാരം ക്രമപ്പെടുത്തി കൃത്യമാക്കി നിർവഹിക്കുക. വഖാരിബു, ചിലപ്പോൾ ചില കർമ്മങ്ങളൊന്നും നിങ്ങൾക്ക് പൂർണ്ണമായും സുന്നത്തിനോട് യോജിച്ച രൂപത്തിൽ നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരമാവധി സുന്നത്തിനോട് അടുത്ത രൂപത്തിലെങ്കിലും നിങ്ങൾ ചെയ്യുക. അതാണ് സദ്ദിദു വഖാരിബു എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വഅലമു അൻ അല്ലൻ യദ്ഖുല അഹദുക്കും അമലഹുൽ ജന്ന, നിങ്ങളിൽ ഒരാളെയും അവൻ്റെ കർമ്മങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഒരാളും കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വല അൻത്, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങളും അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ? നിങ്ങളും അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും പ്രവേശിക്കൂല. ഏറ്റവും അധികം റബ്ബിനെ ഇബാദത്ത് ചെയ്ത അല്ലാഹുവിൻ്റെ റസൂൽ പോലും അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ മിൻഹു വറഹ്മ, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ വലയം ചെയ്താലല്ലാതെ, റബ്ബിൻ്റെ ഔദാര്യവും കാരുണ്യവും എനിക്ക് ലഭിച്ചാലല്ലാതെ എനിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മുടെ അമല് കൊണ്ട് റബ്ബിൻ്റെ ഹക്ക് നിർവഹിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ എത്ര തന്നെ കഠിനമായി ഇബാദത്ത് ചെയ്താലും പടച്ചവനോടുള്ള ബാധ്യതകൾ തീരുകയില്ല, അവസാനിക്കുകയില്ല. എങ്കിൽ സഹോദരന്മാരെ, ആ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമേ എനിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ എത്ര തന്നെ നിർവഹിച്ചാലും, ഞാൻ എന്തൊക്കെ നിർവഹിച്ചാലും അതൊന്നും റബ്ബിൻ്റെ ഹക്കിനോട്, അള്ളാഹുവിനോടുള്ള ബാധ്യതയോട് തുലനം ചെയ്യുമ്പോൾ അതൊരു ഭാഗത്തേക്ക് എത്തുകയില്ല. അതൊരിക്കലും അള്ളാഹുവോടുള്ള കടമകൾ നിർവഹിക്കാൻ ആകുന്നതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. ഈ 6 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധീരരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങൾ, നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ദീനിൻ്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, നമ്മുടെ വിശ്വാസം, ഇതൊക്കെ ആവർത്തിച്ച് പുതുക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു കൽപ്പന എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക, നീ അറിയുക അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കാര്യം നീ അറിയുക. ആദ്യം അറിവാണ് അല്ലേ? ഞാൻ എൻ്റെ ഓരോ ആരാധനാകർമ്മങ്ങളും എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? എൻ്റെ റബ്ബെന്നോട് സംസാരിച്ച വിശുദ്ധ ഖുർആൻ
എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ച വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെയാണ് എൻ്റെ റബ്ബ് എന്നോട് പറയുന്നത്, എൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എൻ്റെ ഇഹപര വിജയത്തിന് വേണ്ടി എൻ്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചിരുന്ന ഈ ദീൻ, ഇതിൽ എന്തൊക്കെ വിധികളും വിലക്കുകളുമാണ് ഞാൻ അനുസരിക്കേണ്ടത്, പാലിക്കേണ്ടത്, എൻ്റെ റബ്ബിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്, ഇത് അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യ ബാധ്യതയാണ്. നമ്മുടെ ഓരോ ആരാധനാകർമ്മങ്ങളും അതിൻ്റെ പ്രതിഫലം പൂർത്തിയാകുന്നതും അത് പൂർണ്ണമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നതുമൊക്കെ എത്ര കണ്ട് അത് പ്രമാണങ്ങളോട് യോജിക്കുന്നു, ദീനിനോട് യോജിക്കുന്നു എന്നതിനനുസരിച്ചാണ്. അള്ളാഹുവിനോട് നമുക്കുണ്ടാകുന്ന ഇഖ്ലാസും റബ്ബിനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തഖ്വയും ഒക്കെ റബ്ബിനെക്കുറിച്ചുള്ള അറിവിൻ്റെ തോതനുസരിച്ചാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന അഅലമുക്കും ബില്ലാഹി വ അത്ഖാക്കും ലഹ്, ഞാനാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും അധികം തഖ്വയുള്ളവൻ. അപ്പോൾ റബ്ബിനെക്കുറിച്ചുള്ള അറിവാണ് തഖ്വയുടെ കാരണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് റബ്ബിനെ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ്. എന്താ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ? റബ്ബിനെക്കുറിച്ച് അറിവുള്ളവർ, അവൻ്റെ ദീനിനെക്കുറിച്ച് അറിവുള്ളവർ. അറിവുള്ളവർക്കാണ് സഹോദരന്മാരെ ഖുശൂഉം തഖ്വയും ഒക്കെ കൂടുതൽ മനസ്സിലുണ്ടാവുക, നമ്മുടെ മനസ്സുകൾ അതിനനുസരിച്ച് പാകപ്പെടുത്താൻ സാധിക്കുക. അല്ല, ഒന്നും വേണ്ട, നമ്മൾ ഓരോ ഖുതുബയും ഓരോ ക്ലാസ്സും നമ്മൾ കേൾക്കുമ്പോൾ, ഓരോ ദീനിയായ സംസാരങ്ങളും പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാകുന്നില്ലേ? അല്ലെ, നമ്മുടെ വിശ്വാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലേ? നമ്മുടെ ഈമാനിന് വർധനവുണ്ടാകുന്നില്ലേ? നമ്മുടെ അറിവുകളിൽ വർധനവുണ്ടാകുന്നില്ലേ? നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ കുറച്ചുകൂടി നന്മ കടന്നു വരുന്നത് കുറച്ചുകൂടി ഉഷാറാകുന്നില്ലേ? അതൊക്കെ എന്താ അതിൻ്റെ അർത്ഥം? എത്ര കണ്ട് പഠിക്കുന്നോ, എത്ര കണ്ട് അറിയുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ ഉഷാറാകും, അതിനനുസരിച്ച് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ ഉഷാറാകും. അല്ല, അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. മരിക്കുന്നത് വരെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം, ദീനിൻ്റെ കാര്യങ്ങൾ പഠിച്ചും വായിച്ചും അറിഞ്ഞും കേട്ടും അടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ജമീൽ ആപ്പ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, നമ്മുടെ മൊബൈൽ ഫോണില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്പാണ് ജമീൽ ആപ്പ്. അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. കാണാനും വായിക്കാനും കേൾക്കാനും എല്ലാം ഒരുപാട് ദീനിയായ വിഷയങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. ആഴ്ച തോറും വരുന്ന നേർപ്പദം വാരിക അതുപോലൊരു അവസരമാണ്. പീസ് റേഡിയോ അതുപോലൊരു അവസരമാണ്. അതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് കേട്ട് നോക്കി, ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ദീനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമെങ്കിലും കേട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ അതിന് സാധിക്കുന്നുള്ളത്. അത് ആ ആപ്പിൻ്റെയും ആ പുസ്തകത്തിൻ്റെ ഒന്നും പ്രത്യേകതയല്ല, ദീനിൻ്റെ പ്രത്യേകതയാണ്. ദീന് സലഫിൻ്റെ ചര്യ പ്രകാരം ദീന് കൈമാറുന്നതിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വിസ്ഡം സ്റ്റുഡൻസ് ഈ റമദാനിൽ നമുക്കതുപോലെ ഒരുക്കുന്നൊരവസരമാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷ. മാർച്ച് 8 ഓൺലൈനായാണ് ആ പരീക്ഷ നടക്കുന്നത്. നമ്മളൊക്കെ വീടുകളിൽ ഇല്ലെങ്കിൽ ഉണ്ടാകേണ്ട പരിഭാഷയാണല്ലോ അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ, അദ്ദേഹത്തിൻ്റെ വിശദീകരണ ഗ്രന്ഥം. അത് ഈ പ്രാവശ്യത്തെ ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ സൂറത്തു സജദ, സൂറത്തുൽ അഹ്സാബ്, സൂറത്തു സബ്, ഈ സൂറത്തുകൾ അമാനി തഫ്സീർ അവലംബിച്ചുകൊണ്ടാണ് പരീക്ഷ നടക്കുക. അതുകൊണ്ട് റമദാനിൽ ഖുർആനുമായി നമ്മൾ ബന്ധം പുലർത്തേണ്ട സമയമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അവസരം ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ ഒരു പരീക്ഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സൂറത്തുകൾ പഠിക്കാൻ, അങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങളുടെയൊക്കെ നിലനിൽപ്പ് കൂടി നമ്മൾ വിഷയമാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നിരന്തരമായി ദീന് പഠിക്കുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നാട്ടിലല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മദ്രസ സംവിധാനങ്ങളും പരിപാടികളും ക്ലാസ്സുകളും ഒന്നും ലഭ്യമല്ലാത്ത ലോകത്തിൻ്റെ വ്യത്യസ്ത നാടുകളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നിരന്തരമായി ദീന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് പീസ് റേഡിയോ. അതൊക്കെ ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ സഹോദരന്മാരെ അതിനുള്ള സാമ്പത്തികമായി അതിനെ സഹായിക്കുക, അതിനു വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ബാധ്യതയാണ്. പീസ് റേഡിയോയുടെ കളക്ഷൻ പീസ് റേഡിയോ ആപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പീസ് റേഡിയോ ആപ്പിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അവസരം കാണും, അതിലുണ്ടാകും. അതിൽ കയറി നമ്മളെ കൊണ്ടാകുന്നത് അതിലൊക്കെ ഒരു ഭാഗവാക്കാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. 10,000-30,000-ത്തിലധികം ആളുകൾ ഡെയിലി പീസ് റേഡിയോയുടെ ശ്രോതാക്കളായി ഉണ്ട്.
അത്രയും ആളുകൾ ദീന് പഠിച്ചതിൻ്റെ ഒരു ഓഹരി, ദീന് കേട്ടതിൻ്റെ ഒരു ഓഹരി, അത് ജീവിതത്തിൽ പാലിച്ചതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ ഒരു ഓഹരി നമ്മളിലേക്ക് വരാൻ അത് കാരണമാണ്. അതുപോലെ തന്നെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ, നീർപ്പദം മാത്രമല്ല അല്ലാത്ത പുസ്തകങ്ങൾ, ദീനിയായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ റമദാനിൽ സമയമുണ്ടാക്കി നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ റമദാനിൽ നമുക്ക് മറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്കുള്ള അവസരങ്ങൾ, ചിലവ് ചെയ്യാൻ നമുക്കുള്ള അവസരങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതാണ്. ഒന്ന്, നമ്മുടെ വിസ്ഡം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി പ്രവർത്തിക്കാനുള്ള സെൻ്ററാണ് കോഴിക്കോട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനാരെങ്കിലും ഓഫർ ചെയ്തിട്ടില്ലെങ്കിൽ കഴിയുന്ന ആളുകൾ അതിന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ദഅവാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ദീനിയായ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ട്, വർക്കിംഗ് ഫണ്ട്, റമദാനിൽ മാത്രമാണ് ഇതിൻ്റെ കളക്ഷൻ ഉള്ളത്. അതിലും കഴിയുന്ന ആളുകൾ ഭാഗവാക്കാവുക. അതുപോലെ തന്നെ ഞാനൊക്കെ പഠിച്ച, എന്നെക്കാളും ഒരുപാട് കഴിവുറ്റ ഒരുപാട് ദായിമാർ, പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം, മിനിയൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ കളക്ഷനും റമദാനിൽ നടക്കുന്ന കളക്ഷൻ കൊണ്ടാണ് ഒരു വർഷം മുഴുവൻ ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം റമദാനിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ റമദാനായി കഴിഞ്ഞാൽ കാന അജ്വദ മിന റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും കൂടുതൽ സ്വതക്ക ചെയ്യുമായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നരകശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഖബർ ജീവിതം സ്വർഗ്ഗപ്പൂന്തോപ്പുകളാക്കി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തതരം സാമ്പത്തിക പ്രയാസങ്ങൾ, വ്യത്യസ്തതരം പ്രയാസങ്ങളും കെടുതികളും അതെല്ലാം നമ്മിൽ നിന്നും നീക്കിത്തന്ന് സൗഖ്യപൂർണ്ണമായ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഷാഫിയായ റബ്ബ് പരിപൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.